ചെർപ്പളശ്ശേരി നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട യോഗത്തിൽ ഉൾപ്പെടുത്താത്തതിലായിരുന്നു പ്രതിഷേധം. ഏകാധിപത്യപരമായ നിലപാടാണ് ചെയർമാൻ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ച അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ബഹളമുണ്ടായത്. കൗൺസിൽ തുടങ്ങും മുമ്പ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണസമിതി തയ്യാറായില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ചെയർമാൻ ഏകാധിപത്യപരമായ നിലപാടാണ് കൗൺസിലിൽ സ്വീകരിക്കുന്നതെന്നും MP ഫണ്ടിൽ നിന്നും ചെർപ്പളശ്ശേരിയിലേക്ക് അനുവദിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആരോപിച്ചു. ഇന്നലെ ഇങ്ങനെ പെട്ടെന്ന് 3-4 അജണ്ട കയറി വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ, ചെയർമാൻ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ അധികാരങ്ങൾ ഉണ്ടാവുമല്ലോ. ആ അധികാരം ഉപയോഗിച്ചാണ് ബഹുമാനപ്പെട്ട MP ഫണ്ട് അനുവദിച്ചത്. ഇതുകൂടി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ മാറി ചെയർമാനോട് സെക്രട്ടറിയോട് സംസാരിച്ചു. നിങ്ങൾ ആ അജണ്ട കൂടെ വയ്ക്കുക, പാസ്സാക്കി വിടി. പാലക്കാട്ടേക്ക് പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ലൈറ്റ് വെക്കാൻ പറ്റും. പലയിടത്തും ലൈറ്റുകൾ വെച്ച് ഉദ്ഘാടനം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ധിക്കാരപരമായ നിലപാട്, ചെയർമാൻ ധാർഷ്ട്യം. അധികാരമുണ്ട് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ലഭിക്കപ്പെട്ട അധികാരമാണ്. അത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ധരിക്കണ്ട. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു അധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ആ അധികാരം ഉപയോഗിച്ച് ധിക്കാരപരമായി അതൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ വയ്ക്കും എന്നാ പറയാ? അങ്ങനെയാണോ ഒരു നഗരസഭാ ചെയർമാൻ ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരാളോട് ചോദിക്കേണ്ടത്? എല്ലാവരും വോട്ട് കിട്ടി ജയിച്ചു വന്നതാണല്ലോ. ഞങ്ങൾ MLA ഫണ്ടിൽ ഇതന്നെ ഞങ്ങൾ നിലപാട് വെക്കണം തന്നെയാണ്. അതിപ്പോൾ പലതും ഹൈസ്കൂളിലടക്കം മുടങ്ങി കിടക്കുക. ഞാൻ സെക്രട്ടറിയോട് പരാതിപ്പെട്ടു. സെക്രട്ടറി എല്ലാ ചെയർമാൻ പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സ്ഥിതിയാണ് എന്നല്ലാതെ ഞങ്ങളുടെ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ഭരണസമിതി എതിരല്ലെന്നും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടകൾ മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ വച്ചതെന്നും MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന പോയിന്റുകളുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. ഒന്ന് മുണ്ടൂർ തൂതാ റോഡ് പണിവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിവിധ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ, മറ്റാവശ്യമായ ലൈറ്റുകൾ അതിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് എവിടേക്ക് കൊടുക്കണം, ആ ലൈറ്റ് എവിടേക്ക് സ്ഥാപിക്കണം എന്നുള്ള പ്രൊവിഷൻ അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ പറയുകയും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ പണി പൂർത്തീകരിക്കാൻ പോവുക. ഒരു പോയിന്റ് അതിലായിരുന്നു. ഒന്ന് നെല്ലായ ചെർപ്പളശ്ശേരി റോഡിൻ്റെ ഭാഗമായി വരുന്ന വഞ്ചക്കല്ലാണ്. വഞ്ചക്കല്ലിൽ ഇപ്പം തന്നെ ഹൈമാസ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ പുറമെ അവിടെ വീണ്ടും അനാവശ്യമായ ഒരു ഹൈമാസ്, അതിന് അപ്പുറം ഈ വർക്കിൻ്റെ ഭാഗമായി ഈ ഭാഗത്ത് മുഴുവൻ ലൈറ്റ് സംവിധാനം ഊരാളുകൾ സൊസൈറ്റി ഒരുക്കേണ്ടതാണ്. അതൊരുക്കുമ്പോൾ അതൊന്നുമല്ല ശരി എന്ന് പറഞ്ഞ് പിന്നൊന്നൊരു പറഞ്ഞ പോയിട്ട് തെക്കുമുറിയാണ് ആലഞ്ചോട് പ്രദേശത്ത് ഹൈമാസ് ലൈറ്റിൻ്റെ പ്രൊമോഷൻ MLA കൊടുക്കുകയും ടെൻഡർ കഴിഞ്ഞ് പണി തുടങ്ങുന്ന അവസരത്തിൽ ചെന്നത് ഹൈമാസ് ലൈറ്റ് 10 ലക്ഷം രൂപയുടെ ഹൈമാസ് ലൈറ്റ് വെക്കുകയും അതിന് ടെൻഡർ കഴിഞ്ഞ് പണി തുടങ്ങുകയാണ്. ഈ 3 പോയിന്റ് നമുക്ക് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമേ പരിഗണിക്കാൻ കഴിയും. ആ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഹൈമാസ് ലൈറ്റിന്റെ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് ഈ കൗൺസിലറോട് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സൂചിപ്പിച്ചാണ്. അപ്പൊ ആ ലൈറ്റ് എവിടേക്ക് വരികയാണെന്ന് ഊരാളുകാരുമായിട്ടും ഈ KSTP-കാരോടും ആലോചിച്ച് അവരവിടെ ലൈറ്റ് വെക്കുന്നതോട് ഇത് വേണ്ട എന്ന് മാത്രമാണ് ഈ കൗൺസിൽ അഭിപ്രായം. അല്ലാതെ ചെർപ്പളശ്ശേരി നഗരസഭയിൽ എത്ര MP ഫണ്ട് തന്നാലും എത്ര MLA ഫണ്ട് തന്നാലും അതൊക്കെ വിനിയോഗിക്കുന്നതിന് 100% ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിൽ അലങ്കോലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളിത് കൗൺസിലിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു പോയവർ ഈ കൗൺസിൽ അലങ്കോലാക്കണമെന്ന ലക്ഷ്യത്തിൽ വന്നാതിരിക്കാൻ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.